നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. ന്യൂസ് ബ്രേക്സിലേക്ക് വിശദമായി. കേരളത്തിന് കടുത്ത അവഗണനയുമായി മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന അതിവേഗ റെയിൽപാതയോ എയിംസോ പ്രഖ്യാപിക്കാതെയുള്ള ബജറ്റിൽ കേരളത്തിന് സമ്പൂർണ്ണ നിരാശ. BJP അധികാരത്തിലെത്തിയ തിരുവനന്തപുരം കോർപ്പറേഷനും ബജറ്റിൽ പ്രത്യേക പദ്ധതികളില്ല. സംസ്ഥാനത്തെ ഉൾപ്പെടുത്തി ധാതു ഇടനാഴി പ്രഖ്യാപിച്ചതാണ് ബജറ്റ് പ്രസംഗത്തിൽ കേരളത്തിനുള്ള ചെറുനേട്ടം. നികുതി വിഹിതത്തിലെ നേരിയ വർധനയുമുണ്ട്. Along key nesting sites in the coastal areas of Odisha, Karnataka and Kerala. കേരളത്തിന്റെ ആവശ്യം അതിവേഗപാത. കിട്ടിയത് കടലാമ പരിപാലന പദ്ധതി. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് സമ്പൂർണ്ണ അവഗണന. അതിവേഗ റെയിൽപാത, എയിംസ്, വിഴിഞ്ഞം വികസനം, ശബരിപാത, പ്രത്യേക സാമ്പത്തിക പാക്കേജ് തുടങ്ങി കേരളം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒന്നും നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ ഇടം പിടിച്ചില്ല. 7 അതിവേഗ റെയിൽ ഇടനാഴികൾ പ്രഖ്യാപിച്ചെങ്കിലും സംസ്ഥാനം ഒഴിവാക്കപ്പെട്ടു. ധാതുഖനന ഇടനാഴിയിൽ കേരളത്തെ ഉൾപ്പെടുത്തിയെങ്കിലും ഇതേ പ്രഖ്യാപനം സംസ്ഥാന ബജറ്റിലും ഉണ്ടായിരുന്നു. The mineral rich states of Odisha, Kerala, Andhra Pradesh and Tamil Nadu to establish dedicated rare earth corridors to promote mining, processing, research and manufacturing. നാളികേര വികസനത്തിനും കൊക്കോ കശുവണ്ടി കൃഷി എന്നിവയ്ക്കും ബജറ്റിൽ പ്രഖ്യാപനമുള്ളത് കേരളത്തിന് നേട്ടമാകും എന്നാണ് പ്രതീക്ഷ. പഴയ തെങ്ങുകൾ വെട്ടിമാറ്റി പുതിയ തൈകൾ വയ്ക്കുന്നതിന് പദ്ധതി നടപ്പിലാക്കും. കശുവണ്ടി കൊക്കോ ഉൽപ്പന്നങ്ങളെ ആഗോള ബ്രാൻഡാക്കി മാറ്റുമെന്നും പ്രഖ്യാപനം. Indian cashew and cocoa to make India self-reliant in raw cashew and coconut production and processing, enhance export competitiveness and transform Indian cashew and Indian cocoa into premium global brands by 2030. BJP അധികാരത്തിലെത്തിയ തിരുവനന്തപുരം കോർപ്പറേഷന് പ്രത്യേകം പദ്ധതികളും ബജറ്റിലില്ല. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം വർദ്ധിപ്പിച്ചതിന്റെ ചെറിയ ആശ്വാസം കേരളത്തിനും ലഭിക്കും. കേരളത്തിന് ഈ സാമ്പത്തിക വർഷം 36,355 കോടി രൂപ ലഭിക്കും. 24 ഡൽഹി. ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ബജറ്റ് അവഗണനയിൽ കേന്ദ്രത്തിനെ കടന്നാക്രമിച്ച നേതാക്കൾ. കേരളത്തോടുള്ള അവഗണന എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രി കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഉപരോധിക്കുകയാണെന്ന് വിമർശിച്ചു. കേരളത്തിന് ആമയും തേങ്ങയും മാത്രമാണ് കിട്ടിയതെന്ന് പ്രതിപക്ഷം തുറന്നടിച്ചു. കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തെ അവഗണിച്ചത് എണ്ണിപ്പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനം. എയിംസ്, വിഴിഞ്ഞം, റെയിൽവേ ഇടനാഴി തുടങ്ങി കേരളത്തിന്റെ ആവശ്യങ്ങൾ അപ്പാടെ തഴയപ്പെട്ടെന്ന് മുഖ്യമന്ത്രി. കേന്ദ്ര ബജറ്റിൽ നിന്ന് അവതരിപ്പിച്ചതോടെ കേരളത്തോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് പൂർണ്ണ ബോധവാന്മാരായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഇവിടെയാണ് കടലാമയുടെ ഏറ്റവും നല്ല ആവാസ കേന്ദ്രം. അത് സംരക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. പക്ഷെ അതാണ് പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് മാത്രം. തമിഴ്നാടിനും കർണാടകത്തിനും അതിവേഗ റെയിൽ ബജറ്റിൽ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തെ തഴഞ്ഞു. പദ്ധതി ലഭിക്കാത്തതിൽ പേരെടുത്ത് പറയാതെ ഇ ശ്രീധരനും വിമർശനം. സംസ്ഥാനത്തെ അവഗണിച്ചതിന് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ മറുപടി പറയണമെന്നും മുഖ്യമന്ത്രി. അർദ്ധ അതിവേഗ റെയിലാണ് നമ്മൾ ചോദിച്ചിരുന്നത്. BJP സർക്കാരിന്റെ വക്താവെന്ന രീതിയിൽ ഒരു ബഹുമാന്യ വ്യക്തി അതിവേഗ റെയിൽ സമ്മതിച്ചിരിക്കുന്നുവെന്ന് കേരളത്തോട് വിളിച്ചു പറയുന്ന സ്ഥിതിയുണ്ടായി. എന്തോ വരാൻ പോകുന്നു എന്നൊരു തോന്നൽ ആളുകൾക്കെല്ലാം ഉണ്ടായിരുന്നു. കേരളത്തിന്റെ ആവശ്യങ്ങളൊന്നും ബജറ്റിൽ ഇല്ലെന്ന് UDF കുറ്റപ്പെടുത്തി. ഭാവനാശൂന്യമായ ബജറ്റെന്ന് നേതാക്കൾ. കേന്ദ്ര ബജറ്റ് കേട്ടപ്പോൾ കേരളം ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് നമുക്ക് സംശയം തോന്നി. കാരണം കേരളത്തിനൊന്നുമില്ല, എയിംസും ഇല്ല, അതിവേഗ റെയിൽപാതയും ഇല്ല, കേരളത്തിന് വേണ്ടി ഒന്നുമില്ല. കേരളത്തെ ഇത് സാധാരണ പോലെ തന്നെ അവഗണിച്ചു. അതുകൂടാതെ ഈ പറഞ്ഞതുപോലെ ഒരു ആമ പ്രയോഗമുണ്ട്. അതോടുകൂടി അതൊരു അപമാനിക്കലായിപ്പോയി കേരളത്തെ. പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പായതോടെ ലോക്സഭയിൽ ബജറ്റ് പ്രസംഗത്തിനിടെ കേരളം എന്ന് വിളിച്ച് സംസ്ഥാനത്തു നിന്നുള്ള അംഗങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. 24 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വർഷമായിട്ടും കേരളത്തെ ബജറ്റിൽ തടഞ്ഞതിൽ പ്രതിരോധത്തിലായി BJP നേതൃത്വം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടും എടുത്തു പറയത്തക്ക പ്രഖ്യാപനങ്ങൾ ഇല്ലാത്തത് വരും ദിവസങ്ങളിൽ പ്രധാന ചർച്ചയാകും. Simultaneously, we have ensured trade and multilateralism are imperiled. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തും പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രധാന നേതാക്കളെ എത്തിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ കുതിപ്പിനൊരുങ്ങുന്നു എന്നായിരുന്നു സമീപ ദിവസങ്ങളിൽ BJP നേതാക്കൾ ഉണ്ടാക്കിയ പ്രതീതി. എന്നാൽ കേന്ദ്ര ബജറ്റിൽ സമ്പൂർണ്ണമായി തഴഞ്ഞതോടെ BJP നേതൃത്വം വെട്ടിലായി. ബജറ്റിലെ അവഗണനയിൽ നേതാക്കളുടെ പ്രതികരണം ഇങ്ങനെ. കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ലെഫ്റ്റ് സർക്കാരിനോട് എൻ്റെ ഒരു ഒറ്റ ചോദ്യമുള്ളൂ. നിങ്ങൾക്ക് തന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾ നടപ്പിലാക്കാത്തത്? നാടിൻ്റെ വികസനത്തിന് വേണ്ടി
പുതിയ പ്രോജക്റ്റ് വരണമെങ്കിൽ അത് നടപ്പിലാക്കണമെങ്കിൽ NDA സർക്കാർ ഇവിടെ വരണം. ബജറ്റ് കടുത്ത അവഗണനയും വിവേചനവുമെന്ന സംസ്ഥാന സർക്കാരും LDFും. സാമ്പത്തിക രംഗത്ത് വലിയ മുന്നോട്ട് പോക്കില്ല, വളർച്ചയില്ല, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ള നയങ്ങളില്ല. ആകെ ടാക്സ് ഇന്ന് വായിച്ചതിനകത്ത് മഹാഭൂരിപക്ഷം സമയം ടാക്സ് ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു. ടാക്സിനകത്ത് എന്തെങ്കിലും കാര്യമായിട്ട് പറഞ്ഞോന്ന് ചോദിച്ചാൽ അതിനകത്തൊന്നും ഇല്ല താനും. നമ്മൾ നേരത്തെ അതിവേഗ റെയിൽ സംവിധാനം സംസ്ഥാന ഗവൺമെൻറ് തന്നെ മുൻകൈയെടുത്ത് കേന്ദ്രത്തിന് നൽകിയിരുന്നു. അത് അംഗീകാരം നൽകാതിരിക്കുന്നു. പുതുതായി കേന്ദ്രം തന്നെ നേരിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ കേരളത്തെ ഉൾപ്പെടുത്താതിരിക്കുന്നു എന്നുള്ളത് കടുത്ത വിവേചനമാണ്. അതേസമയം വിമർശനം ശക്തമായതോടെ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രംഗത്തെത്തി. പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പായതോടെ ലോക്സഭയിൽ ബജറ്റ് പ്രസംഗത്തിനിടെ കേരളം എന്ന് വിളിച്ച് സംസ്ഥാനത്ത് നിന്നുള്ള അംഗങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. 24 തിരുവനന്തപുരം. അതിവേഗ റെയിൽ ഇടനാഴിയിൽ കേരളത്തെ തടഞ്ഞതിനു പിന്നാലെ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ നിരവധി പദ്ധതികൾ റെയിൽവേ നടത്തുന്നുണ്ട്. കൂടുതൽ ഉത്തരം നാളെ സംസ്ഥാനത്തിന് വേണ്ടി വിളിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ പറയും. 7 അതിവേഗ റെയിൽ ഇടനാഴികൾ ഇന്ന് പ്രഖ്യാപിച്ചു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അതിന്റെ നേട്ടമുണ്ടാകുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. Kerala, there are so many projects which are already announced and we are taking up that. We need to have support from the state government. So tomorrow when I do the press conference of regions, I'll announce it. കേന്ദ്ര ബജറ്റിൽ അതിവേഗ റെയിൽ പദ്ധതി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ. ആദ്യം DPR തയ്യാറാക്കുകയാണ് വേണ്ടത്. DPR തയ്യാറാക്കാൻ 13.1 കോടി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനുവരി 16 കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കണ്ടപ്പോൾ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞിരുന്നു. നാളെ പൊന്നാനിയിൽ ഓഫീസ് തുറക്കും. 12 ജീവനക്കാരെയും തെരഞ്ഞെടുത്തെന്നും അദ്ദേഹം പറഞ്ഞു. ജനുവരി 16 കാലത്ത് 10:30 മണിക്ക് അദ്ദേഹം കണ്ടത്. അങ്ങനെ പ്രഖ്യാപനമില്ല. കാരണം ഇപ്പോൾ വെറും ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാകുള്ളൂ. ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാനുള്ള ഓതറൈസേഷൻ അത് വരും. വിത്തിൻ എ വീക്ക് ഓർ 10 days അത് വരും. ഈ റെയിൽവേ ബഡ്ജറ്റിന് ഒരു ഗുണപ്പുള്ളതെന്ന് വെച്ചാൽ അനൗൺസ്മെൻറ്റ് ആവശ്യമില്ല. അപ്പോൾ റെയിൽവേ മിനിസ്റ്റർ ഹാസ് ഗോട്ട് ഫുൾ പവേഴ്സ് ടു ഡു അലോക്കേഷൻ റീഅലോക്കേഷൻ. പ്രത്യേകിച്ച് ഈ സർവേ ചെയ്യാനല്ലോ, സർവേ ചെയ്യാൻ ഗോട്ട് ഫുൾ പവേഴ്സ് സ്ട്രേറ്റ് വേ. ആരാ സമ്മതമില്ലാത്തതിന്. കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിച്ചതോടെ രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്ന മദ്യം, പുകയില ഉൽപ്പന്നങ്ങളുടെ വില കൂടും. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന സ്മാർട്ട് ഫോണുകൾ, ടാബുകൾ എന്നിവയുടെ വില കുറയും. നികുതി കുറച്ചതോടെ ഇലക്ട്രിക് വാഹന ഭാഗങ്ങൾ, സോളാർ പാനൽ എന്നിവയുടെ വിലയിലും കുറവുണ്ടാകും. 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചതോടെ രാജ്യത്ത് പല ഉൽപ്പന്നങ്ങളുടെയും വിലയിൽ മാറ്റം വരും. പ്രധാനമായും പ്രമേഹ, ക്യാൻസർ രോഗങ്ങൾക്കുൾപ്പെടെയുള്ള 17 മരുന്നുകൾക്കും വില കുറയും. നികുതി കുറച്ചതോടെ വിമാനഭാഗങ്ങൾ, മൈക്രോവേവ് ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രിക് വാഹന ഭാഗങ്ങൾ, സോളാർ പാനൽ എന്നിവയുടെ വിലയിലും കുറവ് സംഭവിക്കും. ഇതിനു പുറമെ ഇന്ത്യൻ നിർമ്മിത സ്മാർട്ട് ഫോൺ, ടാബുകൾ, ഖേലോ ഇന്ത്യ മിഷൻ പ്രഖ്യാപിച്ചതോടെ കായിക ഉപകരണങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കും വില കുറയും. സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ കുറച്ചതോടെ ഈ ഉൽപ്പന്നങ്ങളുടെ വിലയിലും മാറ്റമുണ്ടാകും. എന്നാൽ ആഡംബര വാച്ചുകൾ, ഇറക്കുമതി ചെയ്യുന്ന മദ്യം, സിഗരറ്റ്, പാൻ മസാല, ഗുഡ്ക ഉൽപ്പന്നങ്ങൾ, ടെലിവിഷൻ, ക്യാമറ ഉൽപ്പന്നങ്ങൾ, ഫോട്ടോഗ്രാഫി, റെക്കോർഡിംഗ് ഉൽപ്പന്നങ്ങൾ എന്നിവയും വില കൂടുന്നവയുടെ പട്ടികയിലുണ്ട്. ചില രാസവളങ്ങളുടെ വിലയിലും വർധനയുണ്ടാകുമെന്നാണ് വിവരം. അമോണിയം ഫോസ്ഫേറ്റ്, അമോണിയം നൈട്രോഫോസ്ഫേറ്റ് എന്നിവയുടെ തീരുവയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഇളവ് എടുത്തുകളഞ്ഞതോടെയാണ് വില വർധനയുണ്ടാകാനുള്ള സാധ്യത. കോഫി വെൽഡിംഗ് മെഷീനുകൾക്കുള്ള തീരുവ ഇളവുകൾ നീക്കം ചെയ്തതോടെ ഇവയുടെ വിലയും കൂടും. ഇതോടെ ഈ ഉപകരണങ്ങൾ ആശ്രയിക്കുന്ന കഫേകൾ, ഓഫീസുകൾ എന്നിവിടങ്ങളിലെ ചെലവിലും വർധനയുണ്ടാകും. 24 ഡൽഹി. നികുതി വിഭാഗത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങളോ ആദായ നികുതി സ്ലാബുകളിൽ മാറ്റമോ ഇല്ലാതെയായിരുന്നു ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ബജറ്റ് പ്രഖ്യാപനം. ഏപ്രിലിൽ പുതിയ നികുതി നിയമം വരുന്നതോടെ ലളിതമായ നികുതി ചട്ടക്കൂടിലേക്ക് മാറാനാകുമെന്നാണ് ധനമന്ത്രി പറയുന്നത്. വിദേശത്തുള്ള പ്രവാസി ഇന്ത്യക്കാർക്ക് നാട്ടിൽ ഭൂമി ഇടപാടിനുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കി. New Income Tax Act. In July 2024, I announced a comprehensive review of the Income Tax Act 1961. This was completed in a record time, and the Income Tax Act 2025 will come into effect from 1st April 2026. പുതിയ ആദായ നികുതി നിയമമാണ് ബജറ്റിന്റെ പാർട്ട് ബിയിൽ പ്രധാന പ്രഖ്യാപനമായി കാണാനാകുന്നത്. ഇത് ഏപ്രിലിൽ നിലവിൽ വരുന്നതോടെ ആദായ നികുതി ഫയലിംഗ് സാധാരണക്കാർക്ക് പോലും ആയാസരഹിതമാകുമെന്നാണ് ധനമന്ത്രി പറയുന്നത്. വരുമാനത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ നൽകിയാൽ പുതിയ നിയമത്തിൽ കടുത്ത ശിക്ഷയുണ്ട്. വിദേശ ആസ്തികൾ വെളിപ്പെടുത്താൻ 6 മാസം സമയം ലഭിക്കും. ക്രമക്കേടുകളിലുള്ള ശിക്ഷയിലും പിഴയിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ചെറിയ നികുതി വെട്ടിപ്പുകൾക്ക് പിഴ മാത്രമാണ് ശിക്ഷ.
ITR 1, ITR 2 പ്രകാരമുള്ള ആദായനികുതി റിട്ടേണുകൾ സമർപ്പിക്കാൻ ജൂലൈ 31 വരെ സമയം ലഭിക്കും. വാഹനാപകട നഷ്ടപരിഹാര തുകയ്ക്ക് ഇനി മുതൽ നികുതിയില്ല. വാഹനാപകട ഇൻഷുറൻസിനെ ആദായനികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. വിദേശ ഇന്ത്യക്കാർ അവരുടെ സ്ഥാവര വസ്തുക്കൾ കൈമാറ്റം ചെയ്യുമ്പോഴുള്ള നികുതി കുറയ്ക്കും. വിദേശയാത്രയുടെയും മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെയും TCS 5-ൽ നിന്ന് 2% ഇന്ത്യക്കാരായ ഉപയോക്താക്കൾക്ക് സേവനങ്ങൾ നൽകുന്ന ക്ലൗഡ് സേവനങ്ങൾക്ക് 2047 വരെ ടാക്സ് ഹോളിഡേ ലഭിക്കും. ക്യാപെക്സിൽ നിക്ഷേപിക്കുന്ന വിദേശ ഇന്ത്യക്കാർക്ക് 5 വർഷത്തേക്ക് നികുതി ഇളവുണ്ടാകും. പുതിയ നികുതി സ്കീമിലേക്ക് മാറുന്നവരുടെ ടാക്സ് സ്ലാബിൽ നേരിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. വിദേശത്തേക്ക് പണം അയക്കുന്നവർക്ക് ആശ്വാസമാകുന്നതാണ് നികുതി കുറയ്ക്കൽ. വ്യക്തിഗത ആവശ്യങ്ങൾക്ക് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് തീരുവ 10% നിന്ന് 5% കുറച്ചിട്ടുണ്ട്. ഇനി മുതൽ സ്ഥലം വാങ്ങുന്ന വിദേശ ഇന്ത്യക്കാർക്ക് ടാൻ ഇല്ലാതെ സ്വന്തം പാൻ കാർഡ് ഉപയോഗിച്ച് TDS അടയ്ക്കാം. പരിശോധനയ്ക്ക് ശേഷവും ടാക്സ് റിട്ടേൺ വിവരം പുതുക്കാമെന്നതും നികുതി പ്രഖ്യാപനങ്ങളിൽ പെടുന്നു. ബിസിനസ് ഡെസ്ക് 24. ബജറ്റ് ദിനം ഓഹരി വിപണിയിൽ വൻ വീഴ്ച. സെൻസെക്സും നിഫ്റ്റിയും 2% ഇടിഞ്ഞു. ബജറ്റിലെ ചില ധനകാര്യ കണക്കുകൾ പ്രതീക്ഷിച്ചതിലും ഉയർന്നതും ഡെറിവേറ്റീവ് ഭാഗത്തിൽ STT വർദ്ധിപ്പിച്ചതുമാണ് വിപണിയിലുണ്ടായ ആശങ്കകൾക്ക് കാരണം. പ്രതിരോധ ബജറ്റിൽ 1 ലക്ഷം കോടിയുടെ വർധനയുണ്ടായിട്ടും പ്രതിരോധ ഓഹരികൾ വലിയ തോതിൽ ഇടിഞ്ഞു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ തുടർച്ചയായ 9ാം ബജറ്റിലും ശ്രദ്ധേയമായി വനിതകൾക്കുള്ള പ്രഖ്യാപനങ്ങൾ. വനിതകളെ സംരംഭ ഉടമകളാക്കി മാറ്റാൻ പുതിയ പദ്ധതി അവതരിപ്പിച്ചു. സ്ത്രീ സുരക്ഷയ്ക്കും ബജറ്റിൽ തുക നീക്കിവച്ചിട്ടുണ്ട്. ഗ്രാമീണ സ്ത്രീ ശാക്തീകരണത്തിനായി ഷീമാർട്ടുകൾ. ഗ്രാമങ്ങളിലെ വനിതാ സംരംഭകർക്ക് പ്രത്യേക സഹായം. വനിതാ സംരംഭകരെ ഉടമകളാക്കി മാറ്റാനാണ് സഹായമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. Self help entrepreneur She Marts will be set up as community-owned retail outlets within the cluster-level federations through enhanced and innovative financing instruments. സെൽഫ് ഹെൽപ്പ് എന്റർപ്രണർ സ്ഥാപിക്കുമെന്നും പ്രഖ്യാപനം. വനിതാ സംരംഭകർക്ക് ധനസഹായം ലഭ്യമാക്കും. എല്ലാ ജില്ലകളിലും വനിതകൾക്കായി ഹോസ്റ്റലുകൾ. One girls' hostel will be established in every district. വനിതാ സംരംഭകരുടെ ബ്രാൻഡുകൾ വൻകിട വിപണിയിലേക്ക് എത്തിക്കുന്നതിനും സ്ഥിര വരുമാനം ഉറപ്പാക്കാനുമാണ് ഷീമാർട്ട് പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ ലഖ്പതി ദീദി പദ്ധതിയുടെ വിജയം കണക്കിലെടുത്താണ് പദ്ധതി. മുൻ വർഷങ്ങളിലേതിന് സമാനമായി ഇത്തവണയും ബജറ്റിൽ വനിതകൾക്കായി പ്രത്യേകം പദ്ധതികളുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിനും സുരക്ഷയ്ക്കുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇക്കുറിയും ധനം നീക്കിവച്ചിട്ടുണ്ട്. വിനീത VG 24 ഡൽഹി. ഇത്തവണത്തേത് യുവശക്തി ബജറ്റ് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ പങ്കുവച്ച ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിരവധി നിർദ്ദേശങ്ങൾ ഇത്തവണ അവതരിപ്പിച്ചിട്ടുണ്ട്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ 380 പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നുണ്ട് എന്നും നിർമ്മലാ സീതാരാമൻ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. In Viksit Bharat Young Leaders Dialogue 2026, several innovative ideas were shared with our Prime Minister, which have inspired many of the proposals, making this a unique Yuva Shakti-driven budget. ഒറ്റനോട്ടത്തിൽ യുവാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബഡ്ജറ്റാണിതെന്ന് പറയാം. യുവജനത്തെ രാഷ്ട്രത്തിന്റെ വളർച്ചയുടെ കേന്ദ്ര ബിന്ദുവാക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖല ഹൈലൈറ്റ് ആണ്. 3 പുതിയ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥാപിക്കുക, നിലവിലെ 7 നവീകരിക്കുക എന്നിവ പ്രഖ്യാപനത്തിലുണ്ട്. ICAI-യും ICSI-യും പുതിയ ഹ്രസ്വകാല കോഴ്സുകൾ അവതരിപ്പിക്കുമെന്നും അറിയിച്ചു. പുതിയ AI മിഷനിലൂടെ യുവാക്കൾക്ക് സാങ്കേതിക വിദ്യയിൽ ശക്തമായ ശ്രദ്ധ നൽകും. ഇതുകൂടാതെ വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ തൊഴിലുകൾ കണ്ടെത്താൻ എഡ്യൂക്കേഷൻ ടു എംപ്ലോയ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ് കമ്മിറ്റിയുമുണ്ട്. ആരോഗ്യ സംരക്ഷണ മേഖലയിൽ നൈപുണ്യ കരിയർ പാതകൾ ശക്തിപ്പെടുത്തുന്നതിനായി 1 ലക്ഷം അനുബന്ധ ആരോഗ്യ പ്രൊഫഷണലുകളെ പരിശീലിപ്പിക്കും. പുതിയ ആയുർവേദ സ്ഥാപനങ്ങൾക്കും കണ്ടന്റ് ക്രിയേഷൻ ലാബുകൾക്കും ബജറ്റ് നിർദ്ദേശിക്കുന്നുണ്ട്. കിഴക്കൻ മേഖലയിൽ പുതിയ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് കൂടാതെയാണ് ഭാഗം 2-ലെ വിദ്യാഭ്യാസത്തിനുള്ള TCS 2% കുറച്ചതും വിദേശ വിദ്യാഭ്യാസ ധനസഹായ പദ്ധതികളിലൂടെ വിദ്യാർത്ഥികൾക്ക് ഉത്തേജനം നൽകുന്നതും. ഇന്ത്യയുടെ വളർച്ചാ തന്ത്രത്തിന്റെ ഒത്ത നടുക്ക് വിദ്യാഭ്യാസവും യുവജനകാര്യവും ആയിരിക്കുമെന്ന് ഇന്നത്തെ ബജറ്റിലൂടെ കേന്ദ്ര സർക്കാർ ഊട്ടിയുറപ്പിക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് അർജുൻ പിതാംബരൻ, 24. ന്യൂസ് ബ്രേക്സിലേക്ക് തിരികെ. 1 വർഷം പ്രതീക്ഷിക്കുന്ന ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാത്ത ഉദ്യോഗസ്ഥർക്ക് പണി കിട്ടും. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാൻ നിർദ്ദേശം. റിപ്പോർട്ടിംഗിൽ കാലതാമസം വരുത്തിയ ഉദ്യോഗസ്ഥരുടെ പട്ടിക കൈമാറാൻ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര സർക്കുലർ ഇറക്കി. 24 ബ്രേക്കിംഗ്.
2026 പ്രതീക്ഷിക്കുന്ന ഒഴിവുകൾ നേരത്തെ തന്നെ PSCക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് കഴിഞ്ഞ നവംബറിൽ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് എല്ലാ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം, സ്ഥാനക്കയറ്റം ഉൾപ്പെടെ ലക്ഷ്യമിട്ട് ഒഴിവുകൾ പലതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കർശന നടപടിയെടുക്കാൻ തീരുമാനിച്ചത്. PSCയിൽ പ്രതീക്ഷിക്കുന്ന ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തവർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാനാണ് നിർദ്ദേശം. റിപ്പോർട്ടിങ്ങിന് കാലതാമസം വരുത്തിയ ഉദ്യോഗസ്ഥരുടെ പട്ടിക സെക്രട്ടേറിയറ്റിലെ വകുപ്പിനും ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിലെ അഡ്മിനിസ്ട്രേറ്റീവ് വിജിലൻസ് സെല്ലിനും റിപ്പോർട്ട് ചെയ്യാനാണ് സർക്കുലർ. തസ്തിക മാറ്റത്തിനായി സംവരണം ചെയ്ത തസ്തികകളിൽ അപേക്ഷകരില്ലെങ്കിൽ അവ ഉടൻ PSCക്ക് റിപ്പോർട്ട് ചെയ്യാനും ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് നിർദ്ദേശം നൽകി. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ റോയ് CJക്ക് വിട ചൊല്ലി നാട്. കൽക്കരെ സെന്റ് ജോസഫ് പള്ളിയിലെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം ഡോക്ടർ റോയ് CJയുടെ ആഗ്രഹപ്രകാരം ബെന്നാർഘട്ടയിലെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ നേച്ചേഴ്സ് ലക്ഷറി റിസോർട്ടിൽ സംസ്കരിച്ചു. അന്വേഷണത്തിൽ തൃപ്തിയെന്നും അന്വേഷണത്തിലൂടെ സത്യം തെളിയട്ടെയെന്നും സഹോദരൻ CJ ബാബു പറഞ്ഞു. വേറെ റോയ്ക്ക് കടമായിട്ടോ റോയ്ക്ക് വേറെ ലോണോ അങ്ങനത്തെ ഒന്നുമില്ല. എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്കും അറിയില്ല. പരാതിയൊന്നുമില്ല. സംഭവിച്ചത് അറിയണം, പക്ഷേ അത് ലെറ്റ് ദ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീഡ്. ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് CJയുടെ മരണത്തിൽ ജീവനക്കാരുടെ വാദം തള്ളി പ്രത്യേക അന്വേഷണ സംഘം. വെള്ളിയാഴ്ച IT റെയ്ഡ് നടന്നിട്ടില്ല, ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായിട്ടില്ലെന്നും പോലീസ്. കേരളത്തിൽ നിന്നുള്ള ആദായ നികുതി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തു. കോൺഫിഡന്റ് ഗ്രൂപ്പ് പ്രതിനിധികൾ മറ്റന്നാൾ കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണും. ഇന്നലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തുവന്നത്. 1 മണിക്കൂറോളം ആദായ നികുതി വകുപ്പ് ഡോക്ടർ റോയ് CJയെ ചോദ്യം ചെയ്തുവെന്നായിരുന്നു ജീവനക്കാരുടെ മൊഴി. എന്നാൽ പോലീസ് ഇത് നിരാകരിച്ചു. 3 മണിയോടെയാണ് ഡോക്ടർ റോയ് ഓഫീസിലെത്തിയത്. സ്വന്തം മുറിയിലേക്ക് പോയി വെടിയുതിർക്കുകയായിരുന്നു. ആദായ നികുതി ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായിട്ടില്ല എന്നും പോലീസ് പറയുന്നു. വെള്ളിയാഴ്ച IT റെയ്ഡ് നടന്നിട്ടില്ല. നേരത്തെ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത സീൽ ചെയ്ത് സൂക്ഷിച്ച ഫയലുകൾ പരിശോധിക്കുക മാത്രമാണ് ചെയ്തത്. IT ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തുവെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ട്. ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം കോൺഫിഡന്റ് ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടേഴ്സിലെത്തി CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നു. ഇതിനുശേഷമാണ് പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയത്. അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ മാധ്യമങ്ങളെ കാണുമെന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പ് പ്രതിനിധികൾ അറിയിച്ചു. കൊച്ചിയിൽ മറ്റന്നാൾ വൈകിട്ട് 4 മണിക്കാണ് വാർത്താസമ്മേളനം. 24 ബംഗളൂരു. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിന്റെ 2ാം ഘട്ടം പ്രാബല്യത്തിൽ. തിരുത്തൽ വരുത്താൻ ഫെബ്രുവരി 25 വരെ സമയമുണ്ട്. മെഡിസെപ്പ് കാർഡിൽ പേരില്ലെങ്കിലും പേരിലോ മറ്റു വിവരങ്ങളിലോ തെറ്റുണ്ടെങ്കിലും മെഡിസെപ്പ് പരിരക്ഷ ലഭിക്കുന്നതല്ല. 2ാം ഘട്ടത്തിൽ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് അംഗത്വവുമായി ബന്ധപ്പെട്ട മെഡിസെപ്പ് ID കാർഡ് www.medicep.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. പെൻഷൻകാർക്ക് അവരുടെ മെഡിസെപ്പ് ID യൂസർ ഐഡിയായും PPO നമ്പർ പാസ്വേഡായും നൽകണം. മെഡിസെപ്പ് കാർഡിൽ പേരില്ലെങ്കിലും പേരിലോ മറ്റു വിവരങ്ങളിലോ തെറ്റുണ്ടെങ്കിലും മെഡിസെപ്പ് പരിരക്ഷ ലഭിക്കുന്നതല്ല. മെഡിസെപ്പ് ID കാർഡിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന വിവരങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ ആവശ്യമുണ്ടെങ്കിൽ ഈ മാസം 25-നകം തിരുത്തലുകൾ വരുത്തണം. സമയപരിധിക്ക് ശേഷം പ്രൊഫൈലുകളിൽ വരുത്തുന്ന തിരുത്തലുകൾ മെഡിസെപ്പ് ID കാർഡിൽ പ്രതിഫലിക്കുകയില്ല. ഫെബ്രുവരി 25-നു ശേഷം ഡാറ്റയിൽ തിരുത്തൽ വരുത്താൻ കഴിയുകയില്ല. 2ാം ഘട്ടത്തിൽ അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ 5 ലക്ഷം രൂപയായി ഉയർത്തുകയും 2516 ചികിത്സാ പാക്കേജുകൾ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ന്യൂസ് ബ്രേക്സിലേക്ക് തിരികെ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള LDFന്റെ വടക്കൻ മേഖലാ ജാഥയ്ക്ക് കാസർഗോഡ് കുമ്പളയിൽ തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന വേദിയിൽ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രി വിവേചനമില്ലാതെ എല്ലാവരിലേക്കും വികസനം എത്തിച്ചെന്നും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ വർഗീയ ശക്തികളെ നേരിടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സൗദി എയർലൈൻസ് വിമാനം കരിപ്പൂരിലെത്തി. 2020 കരിപ്പൂർ വിമാന അപകടത്തെ തുടർന്ന് നിർത്തലാക്കിയ സർവീസാണ് പുനരാരംഭിച്ചത്. രാവിലെ 8:03 സൗദി എയർലൈൻസ് വിമാനം കരിപ്പൂരിൽ ഇറങ്ങിയത്. റിയാദിലെ കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുലർച്ചെ 1:20 സർവീസ് ആരംഭിച്ചത്. രാവിലെ 8:35 കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരേണ്ട വിമാനം 8:03 തന്നെ എത്തി. സർവീസ് മികച്ചതെന്നും പ്രവാസികൾക്ക് ഗുണമെന്നും യാത്രക്കാർ. തിരികെ 9:35 കരിപ്പൂരിൽ നിന്ന് ആരംഭിച്ച യാത്ര 12:50 റിയാദിലുമെത്തി. ഇന്നു മുതൽ മാർച്ച് 14 വരെ ശനി, ഞായർ, ചൊവ്വ, വ്യാഴം ദിവസങ്ങളിലായിരിക്കും സർവീസ്. മാർച്ച് 15 മുതൽ മാർച്ച് 28 വരെ ബുധനൊഴികെയുള്ള ദിവസങ്ങളിൽ സർവീസ് ഉണ്ടാകും. അതിനുശേഷമുള്ള ഷെഡ്യൂൾ പിന്നീട് പ്രഖ്യാപിക്കും. സൗദി എയർലൈൻസിന്റെ ചെറിയ വിമാനമായ A320 നിയോ വിമാനമാണ് സർവീസ് നടത്തിയത്.
കൊൽക്കളിയും അറബനമുട്ടും ശിങ്കാരിമേളവുമായി വൻ വരവേൽപ്പാണ് വിമാനത്തിന് നാട്ടുകാർ ഒരുക്കിയത്. 24 മലപ്പുറം. ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന് പകരം ഇന്ത്യക്ക് വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിരവധി രാജ്യങ്ങൾ ഇപ്പോൾ വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങി തുടങ്ങിയെന്നും ട്രംപ് എയർഫോഴ്സ് വണ്ണിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി കുറയ്ക്കുന്നതിന് പകരമായി ഇന്ത്യക്ക് വെനസ്വേലൻ എണ്ണ വാങ്ങാമെന്ന് അമേരിക്ക കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രസ്താവന. ജനുവരി 30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റ് എൽസി റോഡ്രിഗസുമായി സംസാരിച്ചിരുന്നു. റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങുന്നത് നിർത്തിയതിനാൽ അമേരിക്ക ഇന്ത്യക്ക് മേൽ ചുമത്തി 25% പിഴത്തീരുവ പിൻവലിച്ചേക്കുമെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ കഴിഞ്ഞയാഴ്ച മാധ്യമത്തോട് പറഞ്ഞിരുന്നു. ഇനി പൊതുജനം കഴുതൽ എന്ന പരിപാടി കാണാം. ബി ദിലീപ് കുമാർ എത്തും. നമസ്കാരം.